നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി വേണം അടൂർ പ്രകാശിന്റെ ഈ ഒരു ചോദ്യം ചെയ്യൽ നമ്മൾ കാണേണ്ടത്. കാരണം ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ ഒരു UDF കൺവീനറെ SIT ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. രാവിലെ 9:30 മണിയോടുകൂടി തിരുവനന്തപുരത്തെ PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണ് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്തത്. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ആ വിവരങ്ങൾ ഏതൊക്കെ ഉന്നതന്മാരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടു എന്നുള്ള ആ വിവരങ്ങൾ കോടതിയെ കൃത്യമായി അറിയിക്കുകയും തുടർന്നാണ് MP ചോദ്യം ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് ചില ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടു, ആ ഉന്നതരിൽ ഈ അടൂർ പ്രകാശ് MP ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നേരത്തെ തന്നെ ആവർത്തിച്ച കാര്യങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വ്യക്തി കൂടിയാണ് പോറ്റിയുമായി ഒരു രീതിയിലുള്ള സാമ്പത്തിക അടുപ്പങ്ങളും ഇല്ല. ഈ പുറത്തു വന്ന ഫോട്ടോകളൊക്കെ തന്നെ ഈ മണ്ഡലത്തിലെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് പോറ്റിയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അടക്കം ആ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷവും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. അപ്പോഴാണ് അവിടെ വെച്ച് ഈ പോറ്റിയെ കാണുകയും ചില സമ്മാനങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF കൺവീനറെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താതെ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി നമുക്കുണ്ട്. ഒപ്പം KC വേണുഗോപാൽ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസും വിലയിരുത്തുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന അടൂർ പ്രകാശ് ഈ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം, കാരണം ഈ ഫോട്ടോകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് തന്നെ ചോദ്യം ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നില്ല SIT? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോ മുഖ്യമന്ത്രിക്കും ഉണ്ട്, അത് പുറത്തു വന്നു എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാൻ ചെന്നപ്പോൾ അടൂർ പ്രകാശവും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഈ ഒരു അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയിൽ നിന്ന് വാങ്ങിയതിനു ശേഷം താൻ ആ സ്ഥലത്തെ MP ആയതുകൊണ്ട് തന്നെ കൂടി ക്ഷണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കൂടെ പോയി, അല്ലാതെ യാതൊരുവിധ ഇതും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായി ഇത് കാണുന്നില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തിനെ വീണ്ടും വിളിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാണ്. എന്തായാലും നിലവിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്.